ഗുഡ് മോർണിംഗ് ദർശൻ. അത് രാവിലെ തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ വെരി സോറി. എനിക്കറിയാം നിങ്ങളും ഹരീന്ദ്രൻ സാറും ഗുജറാത്തിലെ പ്ലാന്റിൽ നിന്നും ഇന്നലെ രാത്രി എത്തിയെന്ന്. ബട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു പോയോണ്ടാ ഒരു ചെറിയ ഹെൽപ്പ് വേണം. എന്താണ് പുതിയ കുരിശ്? മറ്റന്നാ കമ്മീഷൻ ചെയ്യേണ്ട കാവൽക്കോട്ടയിലെ 2 ടർബൈനുകളിൽ ഒരെണ്ണത്തിന് ബിലോ 10 RPM കിട്ടുന്നുള്ളൂ. നാളെ ഈവനിങ്ങിന് മുമ്പ് തന്നെ ഇഷ്യൂ സോൾവ് ചെയ്യണം. ദർശൻ വന്നേ പറ്റത്തുള്ളൂ. സോദി, കാവൽക്കോട്ടയിലെ പ്രോജക്റ്റ് ഇൻചാർജ് ജോസഫ് സാറല്ലേ? പിന്നെന്തിനാ എന്നെ വിളിക്കുന്നത്? ജോസഫ് സാറ് വൈഫിന്റെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലുള്ള നമ്മുടെ ചെയർമാനെ ഈ വിവരം ദർശൻ അറിയിക്കാൻ പറഞ്ഞു. ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ സീനിയർ എഞ്ചിനീയർ ആയിട്ടുള്ളത്. താനൊരു കാര്യം ചെയ്യും, സണ്ണിയെ ഹരീഷിനെ അങ്ങോട്ട് വിട്. അവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ. എന്നെ ഒന്ന് ഒഴിവാക്കി താടേ. ഞാനോക്കെയാ, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഈ കാര്യം ദർശൻ തന്നെ ചെയർമാനെ വിളിച്ച് പറയേണ്ടി വരും. നടക്കുവോ? അപ്പൊ ശരി, ഞാൻ ഓൺ ദ വേയാ. അപ്പൊ നമുക്ക് ഈവനിങ് അവിടെ വെച്ച് കാണാം. ഹാവ് എ നൈസ് ഡേ. എണീറ്റോ? എണീറ്റെങ്കിൽ കളി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, തനിക്ക് കണ്ണിച്ചോര ഉണ്ടോടോ? ഒരു ദിവസം പോലും കുടുംബത്തേക്ക് നീ സമ്മതിക്കൂല അല്ലേടേ? തന്നെ മാത്രമല്ലേ വിളിച്ചത്, നിനക്ക് ഒറ്റയ്ക്ക് പോയിക്കൂടായിരുന്നു? എന്താണ് ചേച്ചിയിൽ നിന്ന് നാഗവല്ലി മൂടിലാണോ? ഇന്നും കടി കിട്ടിയോ? നോക്കട്ടെ. വയസ്സായടോ കോപ്പേ. ഓ, യാത്രകളൊക്കെ മടുത്തു തുടങ്ങി. പഴയ പിക്കപ്പ് ഒന്നുമില്ല. ഇടേ, എനിക്ക് ഹെൽമെറ്റൊന്നുമില്ലേ? ഇവിടെ വരെ പോയ പോരെ? അപ്പോഴും എൻ്റെ ജീവന് വിലയൊന്നുമില്ലടേ. എനിക്ക് കുടുംബമുള്ളതാ. നീ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടല്ലേ? അതൊക്കെ പോകുന്ന വഴിക്ക് കയറിക്കോളൂ. കയറിയാ മതി. സൂക്ഷിച്ചടേ, പഴയ സ്റ്റിച്ചൊക്കെ പൊട്ടൂടെ. You walked into my life like a quiet sunrise, soft as a dream in the blue of my sky. Every little moment changed when you came near. Suddenly the world felt warmer, brighter, clear. Your laugh was the song my heart always knew, a gentle rhythm in everything I do. In your eyes I saw forever begin, a simple touch and love rushed in. We spoke in silence, yet I understood. Every heartbeat whispered, this feels good. If love had a face, it looked like you. My first love, honest, wild and true. Even if time pulls us far apart, you will always live inside my heart. Because the purest feeling I ever knew was the moment my world became you. ദർശ, നമ്മൾ എത്താറായ? ഇപ്പോൾ എത്തും. സോറി, ഞങ്ങൾ എത്തിയിട്ടുണ്ട്.
ദർശ, ഇത്ര വൈകിയ സ്ഥിതിക്ക് നമുക്ക് യാത്ര നാളത്തേക്ക് മാറ്റിയാലോ? അപ്പം ഒന്ന് കുടുംബത്തൊന്നും ചെന്ന് കയറണ്ടേ? ഇന്നൊരു ദിവസം കുടുംബം ഇല്ലെന്ന് വിചാരിച്ചാൽ പോരെ? രാവിലെ പുറപ്പെടുമ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് പറയാനുണ്ട്. ഓ, അതാണ് ഇന്നത്തെ പരിപാടി. നീ ആ സ്വാതിയെ വിളിച്ച് ഏതെങ്കിലും സ്റ്റാഫ് ക്വാർട്ടേഴ്സ് റെഡിയാക്കാൻ നോക്ക്. ഡേയ്, കമ്പനിയുടെ സ്ഥലം ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ബാറിലിരുന്ന് കഴിക്കുന്നത്? പണി തെറിക്കാതെ നോക്കിയാൽ മതി. മനുഷ്യജീവിതം ഒരു പ്രഹേളികയായി തോന്നുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. കുട്ടിക്കാലത്ത് കാറ്റാടി ഉണ്ടാക്കി ഓടിക്കളിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഭാവി ജീവിതം ഇതുപോലുള്ള വലിയ കാറ്റാടി യന്ത്രങ്ങൾക്കൊപ്പമാവുമെന്ന്. അങ്ങനെയല്ല, അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അന്ന് കാറ്റിന് വേണ്ടിയാ ഓടിയത്, ഇന്നിപ്പോൾ കാശിന് വേണ്ടി ഓടുന്നു. ആ, അത് പോയിന്റ്. നീ വെറും ദർശനല്ലടാ, നീയാണ് ദൂരദർശൻ. ആ, മതി 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 മതി. ഇന്ന് തിരിച്ചെത്തുമെന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നാളെ പോയ വീട്ടിൽ കയറ്റൂ. ഡേയ്, ഞാൻ ഇറങ്ങി വന്നതല്ലല്ലോ, നീ എന്നെ ഇറക്കി കൊണ്ടുവന്നതല്ലേ. പിന്നെ നീ എൻ്റെ പെണ്ണുമ്പിളെടുത്ത് വരുമ്പോഴേ എൻ്റെ പെണ്ണുമ്പിൾ ഉണ്ടാക്കി തരുന്ന ഒരു ചായ പോലും നീ കുടിക്കല്ല്. നിനക്ക് പണി കിട്ടും കേട്ടാ. ആ സാധനം ഞെട്. നിന്നവൾ ഓങ്ങി വെച്ചിട്ടേ കുറേ കാലമായി. എന്തിന്? നീ ആ സാധനം ഞെട്. ഡാ, ഒരു ദിവസമെങ്കിലും വീട്ടിലിരുത്തിട്ടുണ്ടോടാ? ഉണ്ടോടാ? ഡാ, അവർക്കും ഇല്ലേടാ ആഗ്രഹങ്ങൾ. ഡാ, ഈ പ്രാക്കൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കോടാ? ആ, പറ പറ പറ. 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ ഇരിക്കാമല്ലോ. VRS എടുക്കുകയല്ലേ, മുഴുവൻ സമയവും വീട്ടിൽ ഇരിക്കാം. നീ ഒരു കാര്യം ചെയ്, പോയവരെല്ലാം പോട്ട്. ഇങ്ങനെ ഒറ്റത്തടിയായി നിൽക്കാതെ നീ ഒരെണ്ണത്തിനെ കല്യാണം കഴിക്കണം. ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ, ഇച്ചിരി മനസമാനക്കേടും വേണ്ടേ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്യണം. ജരാന്തര ബാധിച്ചാലേ പിന്നെ നരനെ നരിക്ക് പോലും വേണ്ടതാവും. മനസ്സിലായ? ചെന്തമിഴഴകോ ചെമ്പനീർ പൂവോ വിണ്ണിലെ മിന്നൽ കൊടിയോ മാർഗഴി പൂവോ മാറിവിൽ തിടമ്പോ മണ്ണിലെ മലർ കൊടിയോ. ഡേയ്, ഇതിനു മുമ്പ് നീ വെടിക്കെട്ടൊന്നും കണ്ടിട്ടില്ലേ? ഡേ, പഴയ ഒരു കാര്യം ഓർത്തുപോയതാ. നമ്മുടെ അനുവാദം ചോദിക്കാതെ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ഓർമ്മകളുണ്ട്. അതിലൊരെണ്ണം പെട്ടെന്ന് മിന്നി വാഞ്ഞുപോയി. സ്വന്തം ഓർമ്മകൾക്ക് മാത്രമേ ഇങ്ങനെ അനുവാദം ചോദിക്കാതെ കയറി വരാനുള്ള അധികാരമുണ്ട്. മനസ്സിലായ? ആ, അതിരിക്കട്ടെ. ആരാണവൾ? അവളോ? ഏതെങ്കിലും മാട്ട സാധനം വലിച്ചു കയറ്റി കുടിച്ചിട്ട് ആകാശവും നോക്കി വിലോസി കുറഞ്ഞിരിക്കുന്ന എല്ലാവരുടെ ഓർമ്മകൾക്ക് പിന്നിൽ ഒരവളുണ്ടാവും. അതുകൊണ്ടാ ചോദിച്ചേ. അണ്ണൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു വെറും പെണ്ണല്ലായിരുന്നു അവൾ. 97-ലോ 98-ലോ ആണ് വള്ളിയൂർ വെച്ച് NSSൻ്റെ ഒരാഴ്ചത്തെ ഒരു സ്പെഷ്യൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പ് തുടങ്ങി 2-ാം ദിവസം തന്നെ ഞാൻ പനി പിടിച്ച് കിടപ്പിലായി. உங்ககிட்ட வண்டி எடுக்காதுன்னு எவ்வளவு தடவை சொல்லியிருக்கு? கேட்டா கிடைக்கல, அதனால திருடிட்டேன். புவனா, புவனா, அந்த D ബ്ലോക്കിൽ ദർശനം എന്ന് ഒരുത്തൻ ഇருக்கு. അവന് മെഡിസിൻ ഒന്ന് കൊടുക്കണം. എനിക്ക് മരുന്നുമായി വന്നപ്പോഴാണ് ഞാൻ ആദ്യമായി
ഭുവനെ കാണുന്നത്. ദർശൻ എன்னாச்சு? വളരെ കാലത്തെ അടുപ്പമുള്ള ആരെയോ പോലെയാണ് ദർശൻ സാപ്പിട്. അവൾ എന്നോട് പെരുമാറിയത്. டேய் தர்ஷன் போய் ரெஸ்ட் எடுறா. ഓക്കെ സാർ. നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ നമ്മളോട് പെരുമാറില്ലേ? 2 நாளுக்குள்ள எல்லாம் சரியாயிடும். ஓகேவா? டாப்லெட் சாப்பிட்டாச்சா? ഹായ് സാപ്പിട്. എനിക്കതൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഭുവനയോട് അറിയാതെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് പറയണ്ടല്ലോ. നീയല്ലേ ആള്, അതങ്ങനെയല്ലേ സംഭവിക്കും. ആ ബാക്കി പറ. പിന്നീടുള്ള 4-5 ദിവസം അവൾക്കൊപ്പം തന്നെയായിരുന്നു ഞാൻ. മറ്റുള്ളവരെ തന്നിലേക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്ന എന്തോ ഒരു പ്രത്യേകത ഭുവനയ്ക്കുണ്ടായിരുന്നു. NSS என்றது വെറൊരു ബാഡ്ജ് മാത്രം ഇല്ല ദർശൻ, അതൊരു ആരംഭം. പക്ഷേ ക്യാമ്പിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ദിവസം എൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. പിന്നെ നീ അവളെ കാണാൻ ശ്രമിച്ചില്ലേ? അന്ന് തന്നെ അവളോട് എല്ലാം തുറന്നു പറയാമായിരുന്നില്ലേ? കാണാതിരുന്ന് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയൊരു ദിവസം ഞാൻ അവളുടെ ഗ്രാമത്തിലേക്ക് ചെന്നു. ക്യാമ്പിൽ കണ്ട ഭുവനെയല്ല ഞാൻ അവിടെ കണ്ടത്. சில இடங்களில் நம் கேள்விகள் மற்றும் கேட்க வேண்டியிருக்கும், பதில் கிடைப்பது வரை. எனக்கு தேவையானது என் கை பிடிக்கிறதுக்கு ஒருத்தர் இல்ல தர்ஷன். என் சத்தத்தோடு சேர்ந்து சத்தமிடும் ஒருத்தர் தான். ஆனால் தர்ஷன், உன்னால் அது முடியாது. அது உன் தப்பில்லை. நாம் இருவரும் வாழ உலகம் அது வெவ்வேறையானது. மைனிங் தொடங்கியதுக்கு அப்புறம் எனது கிராமம் ரொம்ப கஷ்டத்துல இருக்கிறது. எங்களோட நிலங்கள் அவங்க தோண்டிக்கொண்டே இருக்கிறாங்க. கீழே கிரானைட் இருக்குன்னு அவங்க சொல்கிறார். எங்களுக்கு ஒரு வாழ்க்கை இருக்கேன்னு அவங்க இப்போதே மறந்து விட்டார்கள். மரங்களின் நெஞ்சில் வெட்டு காயங்கள், பூமியின் இதயத்தில் தீயல் நிழல்கள், ஆகாயம் சாம்பலாய் மாறும் போது ஒவ்வொரு மூச்சும் கடைசி கேள்வியாகும். பசுமை விழும் ஒவ்வொரு நொடிக்கும் ஒரு நட்சத்திரம் இறக்கிறது இங்கே. மண்ணின் வாசம் மறைந்து போகையில் மனிதன் மட்டும் எப்படி மலர்வான்? நீண்ட காலத்துக்கு அப்புறம் எப்போதாவது ஒரு முறை நாம் மீண்டும் சந்திக்கும் போது உனக்கது புரியும். ഇത്രയും വലിയൊരു പ്രണയകഥ നിന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിവേ, ഞാൻ കാണാത്ത, ഞാൻ അറിയാത്ത ഭുവനയ്ക്ക് വേണ്ടി ചിയേഴ്സ്. ദർശ, നമുക്ക് അതിരാവിലെ തന്നെ വിടാൻ കേട്ടോ. അണ്ണ നേരത്തെ എഴുന്നേറ്റോ? ദർശ, ഞാൻ ആലോചിക്കുകയായിരുന്നു, എല്ലാ പ്രണയങ്ങളും വ്യക്തികളെ പരസ്പരം ഒന്നിപ്പിക്കണമെന്നില്ല. 2 വഴിക്ക് പിരിഞ്ഞു പോയാലും എവിടെയെങ്കിലും വെച്ച് അവരെ കണ്ടുമുട്ടിക്കാൻ നമ്മുടെ ഉള്ളിൽ മരിക്കാതെ കിടക്കുന്ന ആ പ്രണയമുണ്ടല്ലോ, അതിന് കഴിയും. നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ വന്ന വഴിയേക്കാൾ നീളമുണ്ടായിരുന്നു നിന്റെ നിശബ്ദതയ്ക്ക്. അതിൻ്റെ കാരണം ഭുവനയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പഴയ പ്രണയങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളൊരു മിററിന് മുന്നിൽ നിൽക്കുന്നത് പോലെയാണ്. നമ്മളൊക്കെ എത്ര മാറിപ്പോയെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. എൻ്റെ അനുഭവത്തിൽ ആദ്യമായാണ് നീ ഒരാളെക്കുറിച്ച് ഇത്രയും വാചാലനാകുന്നത് ഇന്നലെ രാത്രി. ചിരിക്കാൻ പറഞ്ഞല്ല, ഓർമ്മകൾ കൊണ്ട് അടക്കം ചെയ്തിരിക്കുന്ന ചില പ്രണയങ്ങളുണ്ടല്ലോ, അത് മരണത്തേക്കാൾ ഭീകരമായിരിക്കും. ഞാനൊരു കാര്യം പറയാം, നമ്മളെന്തായാലും ഇത്രയും ദൂരം വന്നു, നമ്മുടെ ജോലിയും കഴിഞ്ഞു. പ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില യാത്രകൾ ചില നല്ല ഓർമ്മകൾ സമ്മാനിക്കുമെന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോകും മുമ്പ് നമുക്ക് ഭുവനെ കണ്ടിട്ട് പോകാം. 10-25 വർഷം കഴിഞ്ഞില്ലേ? അവൾ എന്നെ ഓർക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. എടാ, നിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഓർമ്മകൾക്കും അത്രയും തന്നെ കാലപ്പഴക്കമില്ലേ?
അവളും അതുപോലെ തന്നെ ആയിരിക്കും. എനിക്കെന്തായാലും ഭുവനെ ഒന്ന് കാണണം, വെറുതെ. മറന്നുപോയ കാലം മരുഭൂമിയായി പടർന്ന മൗനജാലം, മൗനജാലം. നാം പറന്നുപോയ കാലം പുതുനാമ്പുകൾ തിരഞ്ഞു ജീവദാളം, ജീവദാളം. എരിയും ഓർമ്മയിൽ തെളിയും ദീപം പോൽ അന്നമങ്ങൾ പങ്കുവച്ച കാലം, സംഘകാലം, 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 സംഘകാലം. ഇവിടെയൊന്നും മനുഷ്യർ താമസിക്കുന്ന ലക്ഷണമില്ലല്ലോ. എന്ത് പറ്റിയെന്നറിയില്ല. നീ എവിടെ നോക്കി? വീടുകളൊക്കെ അങ്ങ് നശിച്ചു കിടക്കുകയാണല്ലോ. ഇതെന്താ ഇങ്ങനെ? ദർശൻ, എടാ ദർശ, വിഷമിക്കണ്ട, കണ്ടുപിടിക്കാണ് അവളെ, പേടിക്കണ്ട. ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് അത്ര ഇഷ്ടമായിരുന്നെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്ന് അന്വേഷിച്ചുകൂടായിരുന്നു. ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ എവിടെ പോയി? இதா இங்க தான் இருந்தாங்க. ஆமா அதான் இங்க எல்லாம் தான் இருந்தாங்க அவங்க. அங்க வீட்டில் போனா இங்க ஒரு வக்கீல் இருக்குது அவங்க. അങ്ങയാ? பரிமளம், என்ன விஷயம் சொல்லி தொலையடி. அப்படியா? சரி சரி, நான் பார்த்துக்கிறேன். சொல்லுமணி, என்ன விஷயம்? புவனை திறக்கி 2 பேர் கொச்சின்னு வந்துட்டாரு. ஏதாவது பிரச்சனை இருக்கா சார்? என்ன ப்ராப்ளம்? பழைய காரியங்கள் தேடி வந்த ஜேர்னலிஸ்ட் ஆனோன்னு சின்ன டவுட் இருக்கு. റിലാക്സ് മണി. ഒരു പ്രോബ്ലം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഒരു മിസ്റ്റേക്ക് ഉണ്ടാവണം. ഞാനത് ഉണ്ടാക്കില്ല, നിങ്ങളും ഉണ്ടാക്കരുത്. இல்ல சார், நான் ஒண்ணுமே சொல்லல. ലീഗലി വി ആർ ക്ലീൻ, നോ ലൂസൻസ്. നീ ഒരു കാര്യം ചെയ്, അവരെ ബുദ്ധിപൂർവ്വം പറഞ്ഞേക്കും. சார், நாங்க சேஃப் அல்லவா? നോ,
വി ആർ പ്രിപ്പയർഡ്. 173. ഇത് ആ വാദി വരാത്തത് കൊണ്ട് ഡിസ്മിസലായ കേസല്ലേ? ആമാ സർ. സി ഇതൊക്കെ ഭുവന പലപ്പോഴായിട്ട് ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളാണ്. പക്ഷേ കഴിഞ്ഞ 7 വർഷമായി അവളെപ്പറ്റി ഒരു വിവരവും ഇല്ല. ഭുവന തന്ന നമ്പറിലൊന്നും അവളെ കിട്ടുന്നുമില്ല. അപ്പോ അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ വഴികളൊന്നുമില്ലേ? അവസാനം അവർ വരുമ്പോൾ കൂടെ ഒരു ആക്ടിവിസ്റ്റ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അയാളുടെ നമ്പറാണെന്ന് തോന്നുന്നത്. എന്റെ വക്കീല് പറഞ്ഞ ആക്ടിവിസ്റ്റിന്റെ പഴയ വീഡിയോ ഇയാളാണോ അത്? യൂട്യൂബിലാണോ? എന്നാലും ഞാൻ അയാളൊന്ന് വിളിക്കാം. ഹലോ, മിസ്റ്റർ മൂന്തനല്ലേ? എന്നെ സംബന്ധിച്ച് മറക്കാൻ ശ്രമിക്കുന്ന കാലങ്ങളാണത്. ഭുവനെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ടത് ആ മണ്ണിൽ തന്നെയുണ്ട്. ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ. നിർത്തും, വീട് കാണാൻ തോന്നുന്നുണ്ടാ. പിന്നെ വക്കീലെല്ലാം പറഞ്ഞില്ലേ? അങ്ങനെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് സത്യം പറഞ്ഞ ഭുവനെക്കുറിച്ച് കുറച്ചാലിട്ട് യാതൊരു അറിവില്ല. എവിടെയാണെന്നോ എന്താണെന്നോ ഒരു പിടുത്തവുമില്ല. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ കട്ടനെടുത്തിട്ട് വരാം. ബെർണാഡിലായിരുന്നു നമ്മുടെ അവസാന പ്രതീക്ഷ. ഭുവനയുടെ നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷേ ആ ഗ്രാമത്തിലൊന്നും ഇപ്പോൾ ആരുമില്ല. എങ്ങനെ ഉണ്ടാവാനാ? കമ്പനിയുമായി കേസ് പറഞ്ഞ് പിടിച്ചു നിൽക്കാനൊന്നും ആർക്കും പറ്റില്ല. കിട്ടിയ കാശും വാങ്ങി എല്ലാവരും പോയി. കുറച്ചു കാലം കഴിഞ്ഞ് ഞാനും പോയി. ജീവിക്കണ്ടേ? ഞാനിവിടെ കാൽ കിണർ വന്നിട്ട് 10-14 വർഷമായി. പഴയ പരിപാടിയൊന്നുമില്ല. കുറച്ച് എഴുത്തും സാഹിത്യമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോണു. പക്ഷേ ബെർണാഡിനോടായിരുന്നല്ലോ ഭുവനയ്ക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. എടുത്ത് കുടിക്കേ ചേട്ടാ, അകത്തോട്ടൊന്ന് വന്നാണ്. ചായ കുടിക്കും. വരാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് എന്തിന് വീടിനകത്ത് കേട്ടണത്? ഇവര് പത്രക്കാരാണോ? കമ്പനിയുടെ ആളോ? ഇയാൾ നമ്മളെ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ഭുവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പോൾ ശരി. സാർ, ഒരു മിനിറ്റ്. സാർ, ഇത് ഞാൻ എഴുതിയ പുതിയ പുസ്തകമാണ്. സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കും. കാണാം. ആ പ്രതീക്ഷയും പോയി. ഇനി അങ്ങോട്ടാ? നമ്മളിങ്ങനെ ഈ ഗ്രാമം മുഴുവൻ അലഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നേയില്ല. ഭുവനയുടെ ഗ്രാമത്തിൽ മുമ്പുണ്ടായിരുന്ന ആരെയെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ അവൾ എവിടെയാണെന്ന് അറിയാൻ കഴിയും. നമ്മുടെ ആ തമിഴ് സ്ത്രീ അവർ പറഞ്ഞ 1-2 ഗ്രാമങ്ങളിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കിയാലോ? 4 മണിവരെ നമുക്ക് തിരക്കാം. ഭുവനയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നൊരിക്കൽ വരാം. വണ്ടി ഒന്ന് ഒതുക്ക്, നല്ല ക്ഷീണം. ചായ കുടിക്കാൻ വരുന്നോ? ഇല്ല, പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ,
മറന്ന കാലം മരുഭൂമിയായി പടർന്ന മൗനജാലം പറന്ന കാലം പുതുനാമ്പുകൾ തിരഞ്ഞ ജീവദാനം. ദർശ, നിന്റെ ഉള്ളിൽ ഭുവനയുടെ ഓർമ്മകൾ ഒരു നെരിപ്പോടായി എരിയുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഈ കത്തിയെരിഞ്ഞ പകല് മുഴുവൻ നിനക്കൊപ്പം ഞാൻ അലയുമ്പോൾ നിന്റെ ഹൃദയത്തെ ഇരിക്കുന്ന ആ ചൂട് എനിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ കൂട്ടുകാരാ, ഭുവനെക്കുറിച്ചുള്ള നിന്റെ ഓർമ്മകൾക്ക് ഇനിയൊരു വിലാസമുണ്ടാവില്ല എന്ന തിരിച്ചറിവ് എന്നെ തളർത്തുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ ഭാരവും പേറിയുള്ള ഈ മടക്കയാത്രയായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ നിസ്സഹായ അവസ്ഥയിലെ ഏറ്റവും വലുത്. വേർപാടിൻ്റെ മുറിവുകൾ ഒരു മനുഷ്യനെ എത്രമാത്രം നിശബ്ദമാക്കുമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ഭുവന നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. നീ അറിയാത്ത ഭുവനയുടെ ഇതുവരെയുള്ള ജീവിതം നിന്റെ മുന്നിൽ അക്ഷരങ്ങളായി തെളിഞ്ഞു നിൽപ്പുണ്ട്. നീയാണത് വായിക്കേണ്ടത്. നീ മാത്രം. ഒരുപക്ഷെ ഭുവന ആഗ്രഹിക്കുന്നതും അതായിരിക്കും. സംഘകാ